ഈ ട്രംപും പുതിനും തമ്മിലുള്ള ഉച്ചകോടി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അമേരിക്കയിലെ മാധ്യമങ്ങളിൽ മുഴുവൻ ട്രംപ് പുടിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു, ഒന്നും നേടാൻ കഴിഞ്ഞില്ല, വിജയിച്ചത് പുടിൻ്റെ ഡിപ്ലോമസിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ശരിയാണോ? അത് വലിയ കഴമ്പുണ്ടോ? അത് ശരിയാണ്. അതിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയത് ട്രംപ് തന്നെയാണ്. ട്രംപ് അലാസ്കയിൽ ഇവർ കാണുന്നതിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തു, അലാസ്കയിൽ വെച്ച് ഈ സമാധാന കരാർ ഉണ്ടായില്ലെങ്കിൽ പുടിന് സീരിയസ് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സീരിയസ് കോൺസിക്വൻസസ് എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ വലിയ ഗുരുതരമായ പ്രത്യാഘാതം, അപ്പോൾ എന്തോ ഭീമമായ കാര്യം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ ഭീഷണിക്ക് പുടിൻ വഴങ്ങിയില്ല. എങ്ങും എത്താതെ ഉച്ചകോടി അങ്ങ് അവസാനിച്ചു. വീണ്ടും കൂടാന്ന് പറഞ്ഞു പിരിഞ്ഞു. വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ചൊരു കാര്യത്തിനും അല്ല ഞങ്ങൾ കൂടിയതെന്നുള്ള മട്ടിലൊക്കെ പുള്ളി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു വമ്പൻ പരാജയമല്ലേ. ഇദ്ദേഹത്തിൻ്റെ ഈ സീരിയസ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞത് അതും ഒന്നും സംഭവിച്ചില്ല. ഒന്നും. ചിലപ്പോൾ ഞാൻ മീറ്റിങ്ങിനിടെ ഇറങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള അതെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇത് നേരെയല്ല പോകുന്നതെങ്കിൽ ഞാൻ ഇറങ്ങി എൻ്റെ പാട്ടിടുമോ, എനിക്കിതിന് സമയം കളയാനൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത വാചകം മുഴുവൻ അടിക്കുക. എന്നിട്ട് പുള്ളി തന്നെയാണ് ഈ ഹൈപ്പൊക്കെ ഉണ്ടാക്കിയത്. വല്ല കാര്യമുണ്ടോ? അതുകൂടാതെ പുള്ളിയുടെ കയ്യിലുള്ള ആ പാട്ടേ ഉണ്ടല്ലോ, F-22 F-35 സാധനം കൊണ്ടുവന്ന് അവിടെ നിരത്തി വെച്ചു. പറഞ്ഞത് വേറെ B-2 ബോംബറാണ്. ഈ ഷോയുടെയൊക്കെ ആവശ്യം എന്തായിരുന്നു? ഈ F-35 കണ്ടപ്പോൾ തന്നെ പുള്ളിന് മനസ്സിലായി, സാധനം ഇയാളിൽ ഈ സാധനമേ ഉള്ളൂ, കൊള്ളാം. അപ്പോൾ മൊത്തത്തിൽ ഒരു പുവർ ഷോ ആയിപ്പോയി. പുള്ളി വലിയ ഷോ ആണെന്നാണ് വിചാരിച്ചത്. ഒരു രാഷ്ട്രത്തിനെ സ്വീകരിക്കാനായിട്ട് ആകാശത്തൂടെ B-2 ബോംബറൊക്കെ പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരുതരം പേടിപ്പിക്കലാണ്. എയർ സല്യൂട്ട് സ്വീകരണമല്ല. എയർ സല്യൂട്ട് നിങ്ങൾ അതിന് ഇതൊക്കെ ഉണ്ട്, പക്ഷേ അതൊരു പേടിപ്പിക്കുന്ന രീതിയിലാവരുത്. ഈ ഇത്രയും യുദ്ധവിമാനങ്ങൾ നിരത്തിയിടുക, കണ്ടോടാ, അതിൻ്റെ മുമ്പിൽ കൂടെ വേണം പുടിൻ നടന്നു പോകാൻ. ആ സാധനത്തിനാണ് ബെല്ലും ബ്രേക്കും ഇല്ലേ. എപ്പോഴാണ് ഈ സാധനം ഇടിക്കുന്നത്? ജപ്പാനിൽ ഇറങ്ങിയിട്ട് ഇതുവരെ പൊങ്ങിയിട്ടില്ല. പുടിൻ ജീവനെടുത്ത് കൈ പിടിച്ചാണ് എൻ്റെ മുമ്പിൽ കൂടെ നടന്നത്. കാരണം ഈ തന്നെത്താനെ സ്റ്റാർട്ട് ചെയ്ത് നെഞ്ചത്തേക്ക് കയറിയെന്ന് വെച്ചോ, എന്ത് ചെയ്യും? F-35 അങ്ങനെ കണക്കൊന്നുമില്ല. തോന്നുന്നിടത്ത് ഇറങ്ങാൻ തോന്നുമ്പോൾ തന്നെ സ്റ്റാർട്ടാവുകയും ചിലപ്പോൾ ഒരിക്കലും സ്റ്റാർട്ടാവാതെ കിടക്കുകയൊക്കെ ചെയ്യുന്ന ചരക്കാണ്. ഇതുകൂടാതെ മുകളിൽ കൂടെ ഈ ആറ്റം ബോംബിടുന്ന സാധനം. ഇതൊക്കെ ഈ ഷോയെ കാണിക്കേണ്ട കാര്യം എന്താ? ആ പുടിൻ നേരത്തെ തന്നെ പുള്ളിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഇത്രയും കാലം പിടിച്ച സ്ഥലം അതെൻ്റേതാണ്, കഴിഞ്ഞു, ഇവിടെ വെച്ച് യുദ്ധവും നിർത്താം, പരിപാടിയൊക്കെ നിർത്താം. പിന്നെ ഇത് കഴിഞ്ഞുള്ള യുക്രൈൻ നാറ്റോയിൽ ചേരണം, കീറ്റോയിൽ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അവരവരുടെ മര്യാദയ്ക്ക് കഴിഞ്ഞോട്ടെ, ഞാൻ എൻ്റെ മര്യാദയ്ക്ക് കഴിഞ്ഞോളാം. ഇതിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. അതാണ് ചേട്ടാ, ഒരു 2 ഏക്കർ സ്ഥലം കൂടെ അവന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇല്ല. 2 ഏക്കറായിട്ട് കിട്ടിയിട്ടൊന്നും ചെയ്യാനും ഇല്ലല്ലോ. അപ്പോൾ ഒരു പൊത്തുവരുത്തം വരുത്തുന്ന നമ്മുടെ നാട്ടിൽ അതിരുതർക്കം നടക്കുമ്പോൾ ശരി അങ്ങോട്ട് ഈ കയറി ഇങ്ങോട്ട് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് തീരില്ല. ഇതൊക്കെ ട്രംപിന് നന്നായിട്ട് അറിയാം. പക്ഷെ പുള്ളി ഈ വാചകം ഭയങ്കരമാണ്. അല്ല, ട്രംപ് ശരിക്കും പ്രതീക്ഷിച്ചോ പുടിനെ കൊണ്ട് ഈ ഒരു സീസ് ഫയർ നടന്നാൽ നടക്കട്ടെ? ട്രംപ് ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാവരെയും പേടിപ്പിക്കുക. പേടിക്കുന്നവൻ പേടിക്കും, അല്ലാത്തവൻ പേടിക്കില്ല. ഇതാണ് ട്രംപിൻ്റെ പരിപാടി. എന്നാൽ പേടിച്ചവരെ പുള്ളി വെറുതെ വിടുന്നുണ്ട്. ഓ ശരി ചേട്ടാ, ഞാൻ ചേട്ടൻ പറയുന്നത് കേട്ടോളാം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പുള്ളി വീണ്ടും അപമാനിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാനഡ പുള്ളി ആദ്യം താരിഫ് അടിച്ചപ്പോൾ തന്നെ അവർ സമ്മതിച്ചു, ശരി 35 ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നതാണ്. വീണ്ടും വീണ്ടും പുള്ളി അവരെ അപമാനിക്കുന്നു. അപ്പോൾ കാനഡയ്ക്ക് ദേഷ്യം വന്നു. ഈ ദേഷ്യം തീർക്കാനായിട്ട് കാനഡ പാലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കൂടാന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ട്? അതിൻ്റെ പിന്നാലെ ഫ്രാൻസ് ഞങ്ങളിപ്പോൾ അംഗീകരിച്ചു എന്ന് തന്നെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാനഡയേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പിലേക്ക് പാലസ്തീൻ വല്ല കാര്യമുണ്ട്? അല്ല, UK പാലസ്തീൻ അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവർ പറഞ്ഞിട്ടുമുണ്ട്, പാലസ്തീനെ അംഗീകരിക്കുന്നു എന്ന് വിചാരിച്ച് ഹമാസിൻ്റെ തെമ്മാടിത്തരം ഞങ്ങൾ സമ്മതിക്കില്ല. ഹമാസ് ആയുധം താഴെ വയ്ക്കണമെങ്കിൽ വലിയ കണ്ടീഷൻസൊക്കെ ഇട്ടാണ്.
പക്ഷേ അനാവശ്യമായിട്ട് അമേരിക്കയ്ക്ക് എതിര് പറയുന്ന രീതിയിലേക്ക് ഇവരെ കൊണ്ടുവന്നു. ഇതൊന്നും ചെയ്യരുതായിരുന്നു. പക്ഷേ അവർ നിങ്ങൾ പറഞ്ഞത് സമ്മതിച്ചില്ല. പിന്നെ അവരുടെ പെടലേക്ക് കയറുന്നത് എന്തിന്? അപ്പോൾ ഇങ്ങേർക്ക് ഞാൻ ലോക പോലീസാണെന്ന് ഉറപ്പിക്കുക. ഈ വെറുതെ പോലീസുകാരൊക്കെ പറയില്ലേ നിൽക്കുന്ന ആൾക്കാരോട് മാറിയില്ല അവിടെ നിന്ന്. എന്തിനാ മാറി നിൽക്കാൻ പറയുന്നത്? ആർക്കും അറിയില്ല, പോലീസുകാരനും അറിയില്ല, കേൾക്കുന്നവനും അറിയില്ല. അയാളുടെ അധികാരം കാണിക്കാനായിട്ട് ഇതുപോലത്തെ പരിപാടികൾ ട്രംപ് കാണിച്ചു. പക്ഷെ അതൊക്കെ പുട്ടിൻ്റെ അടുത്ത് ചിലവാകും. അതിൻ്റെ മുന ഒടിഞ്ഞോ അലാസ്കയിൽ? അതിൻ്റെ മുന ഒടിഞ്ഞാലും അങ്ങേർക്ക് വലിയ നാണക്കേടൊന്നുമില്ല ട്രംപിന്. മുന ഒടിഞ്ഞു എന്നുള്ളത് സത്യമാണ്. ബട്ട് ഇതിൽ അങ്ങേർക്കൊരു നാണക്കേട് അങ്ങേർക്ക് തോന്നണ്ടേ? അതില്ല. പുള്ളി പിന്നെയും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഇനിയിപ്പോൾ ഞാൻ സെലൻസ്കിയെ വിളിക്കാൻ പോവാണ്. സെലൻസ്കി നേരത്തെ നിലവിളിക്കുന്നു, എന്നെ കൂടെ ചേർക്ക് ഈ ചർച്ചയിൽ, എന്നെ ചേർക്കാതെ എൻ്റെ കാര്യം തീരുമാനിക്കരുത്. തീരുമാനിച്ചതാണ്. കാരണം പുട്ടിന് തലയ്ക്ക് വെളിവുണ്ട്, ട്രംപിന് തലയ്ക്ക് വെളിവില്ല. ഈ രണ്ടും കൂടെ എവിടെയെങ്കിലും മാച്ചായി എന്ന് വെച്ചോ, സെലൻസ്കി ബലിയാടാവും. ഇത് സെലൻസ്കിക്ക് അറിയാം. ഇവർ നേരത്തെ ഇത് ചെയ്തിരുന്നു. അതാണ് ഇവർ യാൾട്ട 2 എന്നൊക്കെ ഇതിനെ വിളിച്ചു. യാൾട്ടയിലാണല്ലോ ഈ സെക്കൻഡ് വേൾഡ് വാർ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രാജ്യത്തെയും പങ്കെടുപ്പിക്കാതെ മാപ്പിടത്തൊരു വര വരച്ചു. അമേരിക്കയും റഷ്യയും ഇംഗ്ലണ്ടും ചേർന്ന് സോവിയറ്റ് യൂണിയൻ എന്നിട്ട് രാജ്യങ്ങളെ അങ്ങ് ഉപയോഗിച്ചു. പോളണ്ട്, ജർമ്മനി, അത് ഇത് കുറേ സോവിയറ്റ് യൂണിയന്, കുറേ അമേരിക്ക. അപ്പോൾ ഇതുപോലെ ചെയ്തു കളയുന്നതാണ് സെലൻസ്കിയുടെ പേടി. സെലൻസ്കി എന്ത് ചെയ്തു? ഈ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ സൂം മീറ്റിംഗ് വിളിച്ചു. 26 രാജ്യങ്ങളെ, നാറ്റോയിലുള്ളവരും ഇല്ലാത്തവരും യൂറോപ്യന്മാരെല്ലാം, അമേരിക്കയും വിളിച്ചു. അതിൽ ഈ എനിക്ക് തോന്നുന്നു JD വാൻസ് പങ്കെടുത്തു. JD വാൻസ് അതിൽ ഉറപ്പ് കൊടുത്തു, താനില്ലാതെ തൻ്റെ കാര്യം, രാജ്യം വിഭജിക്കുന്ന കാര്യമൊന്നും തീരുമാനിക്കുകയൊന്നുമില്ല, വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. മറ്റു രാജ്യങ്ങളും ആ മീറ്റിങ്ങിൽ വെച്ച് അമേരിക്കയോട് ആവശ്യപ്പെട്ടു, അങ്ങനെ അത്രയ്ക്കങ്ങ് കടത്തിയൊന്നും ചെയ്യരുത് എന്നൊക്കെ. അതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞാലും ട്രംപ് ഇത് കേൾക്കണമെന്നൊന്നുമില്ല. അമ്മ JD വാൻസ് അങ്ങനെ പലതും പറയും. ട്രംപിനോട് ചോദിക്കുമ്പോൾ ട്രംപ് പറയും വാൻസോ അയാളാരാ? അല്ല പുള്ളി അത് ശരി, ആ വാൻസാണ്, അതെന്തെങ്കിലും പറഞ്ഞായിരിക്കും. പുള്ളി ഇങ്ങനെ അങ്ങ് ബുൾഡോസ് ചെയ്തങ്ങ് പോവുകയാണ്. അതാണ് പുള്ളിയുടെ വിഷയം. അതിനിടയ്ക്ക് ഈ ട്രംപിൻ്റെ ഭാര്യയുടെ ഒരു കത്ത് കൊണ്ട് പുട്ടിന് കൊടുത്തല്ലോ. അതെനിക്കറിയില്ല. അങ്ങനെ സംഭവം ഉണ്ടായി. അതായത് ഉക്രൈനിലെ കുട്ടികളുടെ ഭാവി ഓർത്ത് ഇടപെടണം എന്നൊക്കെ പറഞ്ഞൊരു കത്തെഴുതി ഭാര്യ കൊടുത്തയച്ചത് അത് കൈമാറി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ചേട്ടൻ ശ്രദ്ധിച്ചില്ല അല്ലേ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ച വെറുതെ ബാലിശ്യമായ കാര്യങ്ങൾ. അതിലൊന്നും പുട്ടിന് അങ്ങനെ ഒന്നും വീഴുന്ന ആളൊന്നുമല്ല. അതെ, വളരെ ക്ലാരിറ്റി ഉള്ളൊരു മനുഷ്യനാണ് പുട്ടിൻ. നമുക്ക് അദ്ദേഹം ദുഷ്ടനാണ്, വംശഹത്യ ചെയ്യുന്നവനാണ്, ഇതാണ് പിള്ളേരുടെ മരണത്തിൽ കരുണയില്ലാത്തവനാണ് എന്നൊക്കെ എന്തും പറയാം. അങ്ങേരുടേതായൊരു ക്ലാരിറ്റിയുണ്ട്. പറയാൻ ചില്ലറ കാര്യങ്ങളുണ്ട്, അത് മാത്രമേ പറയുള്ളൂ. അതിനപ്പുറത്തേക്ക് സെൻറ്റിമെൻറ്റ്സ് കളി അതൊന്നും പുള്ളിക്കില്ല. അടുത്ത മാസം പുള്ളി ഇങ്ങോട്ട് വരികയല്ലേ, ഇന്ത്യയിലേക്ക് വരികയാണ്. അതിനും മാറ്റം ഉണ്ടാവില്ല എന്ന് ചോദിക്കും. അല്ല, ഇപ്പോൾ ട്രംപ് വിളിച്ചതുപോലെ അവരുടെ ഉച്ചകോടിയിൽ തീരുമാനിച്ചതെന്നല്ല അടുത്ത മീറ്റിംഗ് മോസ്കോയിൽ എന്നുള്ളത്. വളരെ പെട്ടെന്ന് പുടിൻ പറഞ്ഞതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപിനൊരു മറുപടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി എന്ന് പറയുന്നു. അതെ, ഈ ചർച്ച തുടരുമെന്നൊക്കെ ഭംഗി വാക്കൊക്കെ പറഞ്ഞപ്പോൾ ട്രംപ് ഇത് പ്രതീക്ഷിച്ചില്ല. ഇയാൾ അടുത്ത ചർച്ച മോസ്കോയിലാവാം എന്ന് പറയുന്നു വിചാരിച്ചില്ല. മോസ്കോയിലാവാം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാനും ട്രംപിന് പറ്റില്ല. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് അതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഞാൻ ഒരുപാട് ഐ വിൽ ടേക്ക് ലോട്ട് ഓഫ് ഹീറ്റ് ഓൺ ദിസ് പോയിന്റ്. കാരണം അമേരിക്കയിൽ വലിയ കലാപം നടക്കും. ട്രംപ് അവിടെ പോയി പുടിനെ കാണുക എന്നുള്ളത്. ഇപ്പോൾ പുടിൻ വന്നു എന്നൊക്കെ പറയുമെങ്കിലും ടെക്നിക്കലി ഒരു വരവാണ് അമേരിക്കയിലേക്ക്. ആർക്കത് അമേരിക്കയിലല്ല വന്നത്, അലാസ്കയിലാണ്. അതിന് ഒന്ന് ഈ ഈഗോ പ്രശ്നമാണ്, ഞാൻ അങ്ങോട്ട് പോയി കാണുക, അത് ശരിയല്ല എന്നുള്ളത്. രണ്ട്, ഈ പുടിൻ പല രാജ്യങ്ങളുടെയും എയർ സ്പേസിലൂടെ പുടിന് പറക്കാൻ പോലും അവർ സമ്മതിക്കില്ല. വാർ ക്രിമിനലാണ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അത് ഇതൊക്കെയാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് വിമാനം നിലത്തിറങ്ങാൻ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയൊക്കെ ചെയ്തു വലിയ പ്രശ്നം ഉണ്ടായി എന്ന് വരാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് അലാസ്ക ഇവർ ഫിക്സ് ചെയ്തത്.
അത്രയധികം ശ്രദ്ധിച്ചാണ് പുടിൻ മൂവ് ചെയ്യുന്നത്. റഷ്യയിൽ നിന്ന് 55 മൈൽസേ മറ്റേ ഉള്ളൂ അലാസ്കയിലേക്ക്. അതേ ഉള്ളൂ. പക്ഷേ ഈ അലാസ്കയിലേക്ക് പോകുമ്പോൾ ഇതിനിടയ്ക്ക് വേറെ രാജ്യങ്ങളില്ല. നേരിട്ട് പറഞ്ഞാൽ മതി. വേറെ എങ്ങോട്ടെങ്കിലും പറക്കണമെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ 2-3 രാജ്യങ്ങളുടെ മുകളിൽ കൂടെ പറക്കണം. ഈ രാജ്യങ്ങൾ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്, നാണക്കേടാണ്. ഇതിലേ പറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം പ്രയോഗിച്ച് പിന്നെ പറക്കാൻ പറ്റുമോ? പറക്കാം, പക്ഷേ അത് വേറൊരു യുദ്ധമായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ അലാസ്ക സെലക്ട് ചെയ്തത്. അലാസ്ക എന്ന് പറഞ്ഞാൽ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു, പിന്നീട് അമേരിക്കയ്ക്ക് കൈമാറിയതാണ്. അപ്പോൾ അങ്ങേർക്ക് ഇതായി. പിന്നെ അവിടെ പോയിട്ട് അവരുടെ ശവകുടീരമുണ്ട്, അവിടെ പോയി പൂക്കളൊക്കെ വെച്ച് അവിടുത്തെ ഓർത്തഡോക്സ് ബിഷപ്പുമാരെ കണ്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം നമ്മുടെ തന്നെ സ്ഥലമല്ലേ, ടെക്നിക്കലി നിങ്ങളുടെ കയ്യിലിരിക്കുന്നു എന്നേ ഉള്ളൂ. ആ മട്ടിലാണ് ഈ അറേഞ്ച്മെൻറ്റ് ചെയ്തത്. പക്ഷേ ട്രംപ് റഷ്യയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, മോസ്കോയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതും പുടിൻ റഷ്യയിൽ വെച്ചാകാം എന്നല്ല പറഞ്ഞത്, മോസ്കോ സ്ഥലവും കൂടെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുടുങ്ങി ട്രംപ്. മോസ്കോയിൽ ചെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ തലസ്ഥാനത്ത് അമേരിക്കൻ പ്രസിഡന്റ് വന്ന് പുടിനോട് സംസാരിക്കുന്നു. അതും ചിലപ്പോൾ ട്രംപ് ചെയ്തു എന്ന് വരും. പുള്ളിക്ക് മറ്റേ നോബൽ സമ്മാനം വേണമല്ലോ. ഇപ്പോൾ സെലൻസ്കിയോട് സംസാരിക്കും. എങ്ങനെയെങ്കിലും സെലൻസ്കിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കും. ആ ചെറുക്കൻ സമ്മതിക്കില്ല. അവനോട് പണ്ട് നരേന്ദ്രമോദി പറഞ്ഞതാണ്, കഴിഞ്ഞ വർഷം, 1 വർഷമായി ഇപ്പോൾ, പോളണ്ടിൽ പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ യുക്രൈനിൽ പോയിട്ട്, മോനെ ഞാൻ പറയുന്നത് കേൾക്ക്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, സെലൻസ്കി അന്ന് പൊട്ടിത്തെറിച്ചു മോദിയുടെ അടുത്ത്. തൻ്റെ കൂട്ടുകാരനല്ലേ ട്രംപ്, അയാളോട് പോയി പറ, അയാൾ എന്തിനാ എൻ്റെ വീട്ടിൽ കയറി വന്നത്, അയാളോട് ഇറങ്ങി പോകാൻ പറ. കംപ്ലീറ്റ് സ്ഥലം എനിക്ക് വിട്ടു തന്നു, മൂക്ക് കൊണ്ട് ഇക്ഷ വരച്ചാലേ ഞാൻ സമ്മതിക്കൂ. മോദി പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെ ബഹളം വയ്ക്കാതെ, ഞാൻ പറയണത് ഞാൻ എവിടെയെങ്കിലും ഒരു കടവിൽ അടുപ്പിക്കാം, അതൊന്നും പറ്റുമൊന്നുമില്ല, അവനോട് പോയി പറ, എന്നെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഷോ. ഇതിന് ശേഷം നരേന്ദ്രമോദി ഒരാക്ഷരം വേണ്ടിയിട്ടില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. സെലൻസ്കി വിളിച്ചിരുന്നു മോദി. സെലൻസ്കി വിളിച്ചിരുന്നു, ചേട്ടാ എന്നെ രക്ഷിക്കേട്ടോ. പുള്ളി പറഞ്ഞ ഞാനില്ല, നിന്നോട് ഞാൻ 1 വർഷം മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞതാണ്, ബഹളം വയ്ക്കല്ലേ, ഞാനത് തീർത്ത് തരാം, നീ അങ്ങ് ഉണ്ടാക്കും. ശരി ആയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ പാടെ, എനിക്ക് ഇവിടെയുള്ള തലവേദന കൊണ്ട് തന്നെ നിൽക്കപ്രതിയില്ല. അപ്പോഴാണ് ഇനി യുക്രൈനെടുത്ത് തലവയ്ക്കാൻ പോകുന്നത്, ഞാനില്ല. അപ്പോൾ ഫലത്തിൽ ഇനിയിപ്പോൾ ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പുടിൻ ഒരു പ്രാവശ്യം കൂടെ അമേരിക്കയ്ക്ക് വരുമോ, അതോ ട്രംപിന് ചേട്ടൻ പറഞ്ഞ പോലെ മോസ്കോയ്ക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്? മോസ്കോയ്ക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ബട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ നോബൽ സമ്മാനം കിട്ടാനുള്ള ആക്രാന്തം. അതിനിടയ്ക്ക് ഇന്നലെ ഒരു വാർത്ത കണ്ടു, ട്രംപ് പറയുന്നു ഓഗസ്റ്റ് 22-ാം തീയതി 3 പേരും കൂടെ ഞങ്ങൾ ചർച്ച ചെയ്യും എന്നൊക്കെ പറയുന്നത്. അതിനുമൊക്കെ റഷ്യ തയ്യാറാവും. പുടിൻ വരില്ലെന്നേ ഉള്ളൂ, ലാവ്റോവിനെ ആരെങ്കിലും വിടും, പോയി ചർച്ച. ഇപ്പോൾ പുടിൻ ഇപ്പോഴും പറയുന്നില്ലേ, ഇസ്താൻബുളിൽ, തുർക്കിയിൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം 2023 ചർച്ച ചെയ്തിരുന്നു സമാധാനം. ആ ടേംസിൽ ഇപ്പോഴും തീരാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് സമ്മതിക്കാത്തത് സെലൻസ്കിയാണ്. അവനോട് പറ, അവൻ അമ്പിനും വില്ലിനും അടുക്കാതെയാണ് നിൽക്കുന്നത് ആ ചെറുക്കൻ. പക്ഷേ പുടിൻ തിരിച്ച് മോസ്കോയിൽ എത്തിയപ്പോഴത്തേക്ക് സെലൻസ്കിക്ക് വീണ്ടും കൊടുത്തു, ബാലിസ്റ്റിക് മിസൈൽ അയച്ചു, ഡ്രോൺ ആക്രമണം നടത്തി, കുറേ ഭാഗം കൂടെ പിടിച്ചെടുത്തു. അല്ല ശരിയാണല്ലോ, അവരുടെ യുദ്ധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായ ചില വിജയം സെലൻസ്കിക്കും ഉണ്ടാവും, നാറ്റോയുടെ സപ്പോർട്ടുണ്ടല്ലോ അത് വെച്ചിട്ട്. ബട്ട് സെലൻസ്കിക്ക് എത്ര കാലം തുടരാൻ പറ്റും? ഇപ്പം ആളില്ലാന്ന്. 60 വയസ്സ് കഴിഞ്ഞവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുക, 13 വയസ്സ് തികഞ്ഞവരെ അപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്താണ് യുദ്ധത്തിൽ പട്ടാളക്കാർ. ആളില്ല, തകർന്നു കഴിഞ്ഞു യുക്രൈൻ. അധിക നേരം പിടിച്ചു നീക്കാൻ പറ്റില്ല. അതിലിപ്പോൾ വേൾഡ് ലീഡേഴ്സിൽ ഇപ്പോൾ ഗ്രാഫ് പുടിൻ്റെയാണ് ഇപ്പോൾ പൊങ്ങി നിൽക്കുന്നത്. അതെ, എന്നും ആ മനുഷ്യൻ്റെ ഗ്രാഫ് പൊങ്ങി തന്നെയായിരുന്നു എന്നത്. ആകെ ഗ്രാഫ് താഴെ പോയത് സെലൻസ്കി അകത്ത് കയറി ഒരു ആക്രമണം നടത്തിയില്ലേ, വിമാനത്താവളം, ആ സമയത്ത് മാത്രം ഒരല്പം താഴെ പോയി. അതും പുടിൻ നോക്കി, പുടിൻ ആ സമയത്ത് എന്തെങ്കിലും ബഹളം വയ്ക്കുകയോ നിന്നെ കാണിച്ചു തരാമെന്ന് പറയും, ഒന്നും ചെയ്തില്ല. ചെയ്യാനുള്ളത് അങ്ങ് ചെയ്ത് തകർത്ത് കളഞ്ഞു. എന്തൊരു പ്രത്യാക്രമണമായിരുന്നു, അതിഭീകരമായിട്ട്. ഒറ്റ ദിവസം, ആദ്യത്തെ ദിവസം തന്നെ 300 പേരെ കൊന്നു കളഞ്ഞു, 300. അപ്പോൾ പുടിൻ ചെയ്യാനുള്ളത് ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു മനുഷ്യനാണ്. നമുക്ക് പുടിനെ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. ഏകാധിപതിയാണ്, ക്രൂരനാണ്, വംശഹത്യ നടത്തുന്നവനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. ബട്ട്
വളരെ ക്ലാരിറ്റിയും ഉണ്ട്, പ്രിഡിക്റ്റബിളാണ് പുടിൻ. രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് അത് മാറ്റി പറയുകയും ചെയ്യുന്ന സ്വഭാവമില്ല. ഇങ്ങനെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഓരോ മണിക്കൂറിലും മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ചീത്ത പറയും, സംസ്കാരം സംസാരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.